എൻ്റെ പേര് ഷീജ. വളഞ്ഞനടക്കാവ് ഓലകെട്ടിയിലാണ് വീട്. ഈ പ്ലാന്റിൻ്റെ പേര് കാറ്റ്സ് ക്ലോ. ഇതിവിടെ നമ്മൾ വാങ്ങിച്ചിട്ടൊരു 5-6 വർഷമായി. ഇത് നന്നായിട്ട് പടർന്ന് സമ്മറിൻ്റെ ഫസ്റ്റ് ഷവറിൽ പൂക്കും. നന്നായിട്ട് ഫുള്ള് പൂത്തിട്ട് ഫ്ലവറിൻ്റെ ലൈഫ് കുറവാണ്, ഭയങ്കര പെട്ടെന്ന് തന്നെ വാടിപ്പോകും. എന്നാലും കാണാൻ നല്ല രസം അതിന്. എത്ര ദിവസം ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കും? പൂക്കള് മാക്സിമം ഒരു 3 ദിവസമൊക്കെ നിൽക്കാറുണ്ട്. 3 ദിവസം നിൽക്കും അല്ലേ? എനിക്കൊന്ന് വെയിൽ നന്നായിട്ട് ഉറച്ചു കഴിഞ്ഞാൽ അല്പം വാടും തോന്നുന്നു. വാടി നിൽക്കും. രാവിലെ നല്ല ഇതായിട്ട് നിൽക്കും അല്ലേ? രാവിലെ ഫുള്ള് ആ ഒരു മഞ്ഞ ഫ്ലവർ ആ ഒരു നല്ല രസമാണ്. ഒരു 11 മണി ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നന്നായി വാടി തുടങ്ങും. അപ്പോൾ എത്ര വർഷമായി ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട്? ഇതിപ്പോൾ 5-6ാമത്തെ വർഷം. 6ാമത്തെ വർഷമാണ് അല്ലേ? എത്ര തവണ പൂത്തിട്ടുണ്ട്? എല്ലാ വർഷവും പൂക്കും. ഈ കാറ്റ്സ് ക്ലോ എന്ന പേരിന് പിന്നിലുള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാ ഇടത്തും പൂച്ചയുടെ വിരൽ പോലെ 3 വിരൽ വീതമുണ്ട്. അതുപയോഗിച്ചാണ് ഇത് പറ്റി പിടിച്ചിരിക്കുന്നത്. കാറ്റ്സ് ക്ലോ എന്ന പേര് വരാൻ കാരണം ഈ ഒരു ടൈം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇവിടെ ചിത്രശലഭം തേനീച്ചയൊക്കെ ഒത്തിരി വരാറുണ്ട്. അങ്ങനെ പിടിച്ച് വളരുന്നോണ്ടാണ് കാറ്റ്സ് ക്ലോ എന്ന പേര്. ഇവിടെ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും തേനീച്ചയും ചിത്രശലഭമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വരും. ഈ പൂവ് ഇത്രയും പൂക്കൾ കാണുമ്പോൾ അവർക്കും തോന്നില്ലേ? ഉണ്ട് മേളിലല്ല. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ തേനീച്ചപ്പെട്ടിയും വെച്ചിട്ടുണ്ട് അടിയിലായിട്ട്. ഉള്ള തേനീച്ചപ്പെട്ടി. ചെടികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പലതരം വെറൈറ്റി വേണം എന്നൊരാഗ്രഹത്തിൽ ഇതും വാങ്ങിച്ച. ഇപ്പം എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഒന്നായി മാറി.